സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 15 വർഷം തികയുകയാണ് ഭീമാപ്പള്ളിയിൽ വെടിവെപ്പ് നടന്നിട്ട്. ആ സ്പോട്ടിൽ തന്നെ 6 മുസ്ലിമീങ്ങൾ മരിക്കുകയും കൂടാതെ വെടിവെപ്പിൽ പരിക്ക് പറ്റിയ 3 പേർ പിന്നീട് മരിക്കുകയും ചെയ്തു. എന്ത് കാരണം കൊണ്ടാണ് പോലീസ് ഭീമാപ്പള്ളി എന്ന് പറയുന്ന ചേരി പ്രദേശമായിട്ടുള്ള സ്ഥലത്ത് കയറി, മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്നിടത്ത് കയറി വെടിവെക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞത് അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, തോക്കുണ്ട്, പിസ്റ്റലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. തെളിവുകൾ ഒന്നുമില്ല, രേഖപ്പെടുത്തിയിട്ടില്ല, കേസ് ആരും കൊടുത്തിട്ടില്ല. പിന്നെ പ്രത്യേകമായി പറയുകയാണെങ്കിൽ മറ്റൊരു വിഷയം അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട്. കൊമ്പു ഷിബു എന്ന ഗുണ്ട നേതാവ് ഭീമാപ്പള്ളിയുടെ പരിസരത്തുള്ള ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിട്ട് പൈസ തരൂലെന്നും അവിടെ വലിയ ഉടമസ്ഥരും ജോലിക്കാരും ഈ ഗുണ്ടയും തമ്മിൽ തർക്കമുണ്ടാവുകയും ഉറൂസ് നടത്താൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. അത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വെടിവെപ്പ് ഉണ്ടാവാൻ കാരണമുണ്ടായതെന്നാണ് അവിടെയുള്ള പരിസരവാസികൾ വിചാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ പോലീസിനോ അന്ന് കേരളം ഭരിച്ചിരുന്ന അച്യുതാനന്ദൻ എന്ന നേതാവിന്, CPIM എന്ന പാർട്ടിക്ക് ഇന്ന് മുസ്ലിമീങ്ങൾ കണ്ണടച്ച് നമ്മുടെ പാർട്ടി, മുസ്ലിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ നടത്തി തരുമെന്ന് പറയുന്ന പാർട്ടി 2009 മുസ്ലിങ്ങൾക്കെതിരെ 9 കൊലപാതകങ്ങൾ നടത്തിയ രാഷ്ട്രീയം നടത്തുന്ന, അക്രമ രാഷ്ട്രീയം നടത്തുന്ന, മുസ്ലിങ്ങളെ കൊന്നു തള്ളുന്ന ഭരണകൂടമായ CPIM നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള അച്യുതാനന്ദൻ എന്ന സഖാവാണ്. എന്തായാലും ഇപ്പോൾ പറയുന്നതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല എന്ന് ഓരോ പ്രേക്ഷകനോടും സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് പറയുന്നു. കാരണം ഇവർ ചെയ്ത കാര്യങ്ങൾ പിൽക്കാലത്ത് തെളിയാതിരിക്കാൻ ഭീമാപ്പള്ളി വെടിവെപ്പുമായി ബന്ധപ്പെട്ട് മാലിക് എന്ന ഫഹദ് ഫാസിൽ അഭിനയിച്ച ഒരു സിനിമ വരികയുണ്ടായി. ആ സിനിമയിൽ CPIMന് പകരം അവർ ആ സിനിമയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ്. അപ്പോൾ CPIMനെ രക്ഷപ്പെടുത്തുവാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് നേതാവ് എന്ന നിലയിലാണ് ആ സിനിമയിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും കണ്ണടച്ച് വിശ്വസിക്കുന്ന മേത്തന്മാർ അല്ലെങ്കിൽ മാപ്പിള സഖാക്കന്മാർ കപട വിശ്വാസികൾ എന്നൊക്കെ പറയേണ്ടി വരും. എന്തായാലും ഒരു ചേരി പ്രദേശം എന്ന് ഭരണകൂടമാണ് പറയുന്നത്. ജനങ്ങൾ ഒരിക്കലും പറയത്തില്ല. ഭീമാപ്പള്ളി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പോയിട്ട് വരുന്ന സ്ഥലമാണ്. എല്ലാ മതവിശ്വാസികളും പോകുന്ന സ്ഥലമാണ്. അവിടെ ഉറൂസിന് പോകുന്നവരുണ്ട്. അതുപോലെ അവിടെയുള്ള ഭീമാപ്പള്ളി പരിസരത്തുള്ള കടകളിൽ ഒരുപാട് ഹോൾസെയിൽ സ്ഥാപനങ്ങളുണ്ട്. ഇന്നും ആ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കയറി വെടിവെപ്പ് നടത്തിയെങ്കിൽ ആ ഭരണകൂടം എത്രമാത്രം അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം നടത്തുന്ന ഒരു CPIM എന്ന രാഷ്ട്രീയ പാർട്ടി എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്. അങ്ങനെയുള്ളൊരു പാർട്ടിയെ ഇന്നും കണ്ണടച്ച് വിശ്വസിക്കുന്ന, ഹിന്ദു മതത്തിലാണെങ്കിലും മുസ്ലിം മതത്തിലാണെങ്കിലും ക്രിസ്തു മതത്തിലാണെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചുകൂടെ? എല്ലാം കണ്ണടച്ച് വിശ്വസിക്കാതിരുന്നൂടെ എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് ചോദിക്കാനുള്ളത്.